പാലക്കാട്. നെന്മാറയിലെ ഇരട്ടക്കൊലപാതകം പ്രതി ചെന്താമര ആസൂത്രിതമായി നടപ്പാക്കിയതെന്ന് പോലീസ്. പദ്ധതി കൃത്യമായി നടപ്പാക്കിയതിന്റെ സന്തോഷം പ്രതിക്കുണ്ടായിരുന്നെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കുറ്റം സമ്മതിച്ച പ്രതി തന്നെ 100 വർഷം ശിക്ഷിക്കണമെന്ന് കോടതിയിൽ പറഞ്ഞു. 1.5 ദിവസത്തോളം പോലീസിനെയും നാട്ടുകാരെയും അതിവിദഗ്ധമായി കബളിപ്പിച്ച് അരക്കമലയിൽ കഴിഞ്ഞ പ്രതി തന്ത്രശാലി തന്നെയെന്ന് പോലീസും സമ്മതിക്കുന്നു. പോലീസ് തിരയുമ്പോൾ വനപ്രദേശം നന്നായി അറിയുന്ന ചെന്താമര പതിയിരുന്ന് ഇതെല്ലാം കണ്ടു. തന്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അയൽക്കാരുടെ മന്ത്രവാദമെന്ന് ചെന്താമര കരുതി. പിന്നെ എല്ലാവരോടും വൈരാഗ്യം. ഇരട്ടക്കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുമ്പേ ആയുധങ്ങൾ ഒരുക്കി. ഇയാളുടെ നേച്ചർ പറഞ്ഞാൽ ഒരു ഹി കൺസിഡർ ഹിംസെൽഫ് ഒരു സ്ട്രോങ് ടൈഗർ പോലെയാണ്. ഈസ് ഫീലിംഗ് ദാറ്റ് ഹി ഈസ് എ ടൈഗർ. സോ അങ്ങനെയാണെങ്കിൽ മറ്റാളുകൾക്ക് ഒരു ഹി വിൽ ബി കൺസിഡറിങ് ആസ് ഡൗൺ. ചെന്താമര പറഞ്ഞതൊന്നും പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. പുറത്തിറങ്ങിയാൽ ഒരു പ്രദേശത്തിന് മുഴുവൻ പ്രതി ഭീഷണിയാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പദ്ധതി കൃത്യമായി നടപ്പാക്കിയതിന്റെ സന്തോഷം പ്രതിക്കുണ്ടായിരുന്നു. ചെന്താമരയെ 14 ദിവസത്തേക്ക് ആലത്തൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. കുടുംബത്തിന് മുന്നിൽ മുഖം കാണിക്കാനാകില്ലെന്നും തന്നെ 100 വർഷം ശിക്ഷിക്കണമെന്നും ചെന്താമര കോടതിയിൽ പറഞ്ഞു. ചെന്താമരയെ ആലത്തൂർ സബ് ജയിലിലെത്തിച്ചു. കോടതിക്കുള്ളിലും പുറത്തും ചെന്താമരയ്ക്ക് യാതൊരുവിധ ഭാവഭേദവും ഉണ്ടായിരുന്നില്ല. ചെന്താമരയ്ക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ പിന്നീട് നൽകും. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷിനും സൂരജ് സജിക്കുമൊപ്പം വിപിൻ സി വിജയൻ, 24.